മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഗംഭീര വിജയം നേടിയ ചിത്രങ്ങൾ പലപ്പോഴും പ്രിയദർശൻ തന്നെ ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്ത് പൊട്ടിച്ചിട്ടുണ്ട്. അത്തരം 5 ചിത്രങ്ങളാണ് ഇനി പറയുന്നത്. കിലുക്കം 1991 റിലീസ് ചെയ്ത കിലുക്കം മലയാളത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച വിജയമായിരുന്നു അന്ന് നേടിയത്. മോഹൻലാലും രേവതിയും ജഗതിയും തിലകനുമൊക്കെ ആടിത്തിമിർത്ത ചിത്രം 3 കോടി രൂപ കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടി. എന്നാൽ മുസ്കുറാത്ത് എന്ന പേരിൽ പ്രിയൻ തന്നെ ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുകയുണ്ടായി. പ്രാൺലാൽ മേത്ത റീമേക്ക് അവകാശം സ്വന്തമാക്കി അദ്ദേഹത്തിന്റെ മകൻ ജെ മേത്തയെ ചിത്രത്തിലൂടെ പരിചയപ്പെടുത്തി. രേവതി തന്നെ നായികയായി എത്തിയ ചിത്രത്തിൽ അമരീഷ് പുരി തിലകന്റെ കഥാപാത്രത്തെ ചെയ്തു. വളരെ പ്രതീക്ഷയോടെ റിലീസ് ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ല. തേന്മാവിൻ കൊമ്പത്ത് 1998 പ്രിയദർശനും മോഹൻലാലും ഒന്നിച്ച തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രവും മലയാളത്തിൽ ഗംഭീര വിജയമായിരുന്നു. മലയാളത്തിൽ മോഹൻലാലും ശോഭനയും ചെയ്ത വേഷം അരവിന്ദ് സ്വാമിയെയും ജൂഹി ചൗളയെയും കേന്ദ്ര കഥാപാത്രങ്ങളായി പ്രിയൻ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു. നെടുമുടി വേണു ചെയ്ത വേഷം അനുപം ഖേറാണ് അവതരിപ്പിച്ചത്. അമിതാഭ് ബച്ചൻ ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. പ്രീ റിലീസിനൊക്കെ വലിയ സ്വീകരണം ലഭിച്ചെങ്കിലും സാത്ത് രംഗ് കെ സപ്നെ എന്ന് പേരിട്ട ചിത്രം ഹിന്ദിയിൽ പരാജയപ്പെട്ടു. സന്മനസ്സുള്ളവർക്ക് സമാധാനം സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. ചിത്രം പുറത്തിറങ്ങിയത് 1986 സുനിൽ ഷെട്ടിയെയും മഹിമ ചൗധരിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രിയൻ ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു. എന്നാൽ 2001 യെ തേരാ ഘർ യെ മേരാ ഘർ എന്ന ചിത്രം റിലീസായത്. എന്നാൽ ചിത്രം ബോളിവുഡിൽ പരാജയപ്പെട്ടു. താളവട്ടം 1986 റിലീസ് ചെയ്ത പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലെ വേറിട്ട വിജയമായിരുന്നു താളവട്ടം. 2005 താളവട്ടം ക്യോൻകി എന്ന പേരിൽ പ്രിയദർശൻ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു. പ്രിയനും സൽമാൻ ഖാനും ഒന്നിക്കുന്ന ആദ്യത്തെ ചിത്രമായിരുന്നു അത്. റിലീസ് ചെയ്ത കഥാപാത്രമായ റിയ സെന്നും കാർത്തിക ചെയ്ത വേഷത്തിൽ കരീന കപൂറും എത്തി. MG സോമന്റെ വേഷം ചെയ്തത് ഓംപുരിയാണ്. ജാക്കി ഷ്രോഫ് നെടുമുടി വേണു അവതരിപ്പിച്ച കഥാപാത്രത്തെയും അവതരിപ്പിച്ചു. പക്ഷേ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയം. വെള്ളാനങ്ങളുടെ നാട് 1988 റിലീസ് ചെയ്ത വെള്ളാനങ്ങളുടെ നാട് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യുന്നതായി വാർത്തകൾ പലപ്പോഴായി വന്നെങ്കിലും ഒന്നും നടന്നിരുന്നില്ല. ഒടുവിൽ അക്ഷയ് കുമാറിനൊപ്പം ഘട്ട മേത്ത എന്ന പേരിൽ ചിത്രം റീമേക്ക് ചെയ്യുന്നതായി പ്രിയദർശൻ പ്രഖ്യാപിച്ചു. ചിത്രത്തിലൂടെ തൃഷ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു. ബോളിവുഡിൽ അക്ഷയ് കുമാറിന് തുടർച്ചയായ വിജയങ്ങളുള്ള സമയമായിരുന്നു അത്. എന്നാൽ ഘട്ട മേത്ത പരാജയപ്പെട്ടതോടെ ആ ഇമേജ് പൊളിച്ചു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.